സ്ഥിരമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന ചിന്ത കേരളത്തിലെ കോൺഗ്രസിന്റെ സമനില തെറ്റിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കന്മാരെയോ അനുസ്മരിക്കുമ്പോൾ ഇനി മുതൽ നിർബന്ധമായും കെ സുധാകരൻ പറഞ്ഞ ഈ വാക്കുകൾ കൂടി ഓർക്കണം. ഈ പരിഗണന അവർക്ക് കൊടുക്കണം. കാരണം നിലവിലെ കോൺഗ്രസ് നേതാക്കന്മാർ യാതൊരു ലജ്ജയുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കേട്ടാൽ ആർക്കായാലും തോന്നിപ്പോകും ഇവരുടെ സമനില പൂർണ്ണമായും തെറ്റിയിരിക്കുകയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുമോ? അപ്പോ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നോ? അതെ, പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ രോഗം ഇത്രത്തോളം മൂർച്ഛിച്ചത് ഈ അടുത്ത കാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഇടതു സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തും എന്ന തോന്നൽ ഉടലെടുത്ത സാഹചര്യത്തിൽ മൂന്നാമതും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമെന്ന ചിന്ത വന്നു തുടങ്ങിയത് മുതൽ അവിടെ നിന്നാണ് നൂല് പൊട്ടിയ പട്ടം പോലെ കോൺഗ്രസ് നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അബദ്ധങ്ങൾ വർഷിക്കാൻ തുടങ്ങിയത്. ഇനി ഈ അബദ്ധങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ VD സതീശൻ എന്ന ഞാൻ പറയണ്ട, എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രേക്ഷകരോട് ആദ്യം തന്നെ പറയട്ടെ, ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലുണ്ടായ മുഴുവൻ കോൺഗ്രസ് അമളികളും പറയാൻ സമയമില്ല. ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോകാം. എങ്ങനെയെങ്കിലുമൊക്കെ സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഓരോ വിവാദമൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു വാളയാർ കേസിന്റെ കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചത്. വാളയാർ കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. പീഡന വിവരം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നും കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയെന്നും കൊച്ചി CBI കോടതിയിൽ അന്വേഷണ സംഘം നൽകിയ കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് പ്രതികളെ കണ്ടെത്തിയോ? നിയമത്തിൽ കൊണ്ടുവന്നോ? കർശനമായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തോ? ഇല്ല, അങ്ങ് വാങ്ങിച്ചു കൊടുത്തില്ല. പ്രതികളെല്ലാം അങ്ങയ്ക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അങ്ങ് രക്ഷിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കുടുംബത്തെ വഞ്ചിച്ചു. ഈ കുടുംബത്തോട് പറഞ്ഞ വാക്ക് വ്യത്യാസം വരുത്തിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇവരുടെ കണ്ണുനീർ കേരളത്തിന്റെ കണ്ണുനീരായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. സാർ, ആ പെൺകുട്ടിക്ക് മരണത്തിന് ശേഷം 52 ദിവസം കഴിഞ്ഞു. സാർ, അതിനിടയിൽ കുട്ടിയുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുറ്റപത്രം പുറത്തു വരികയും സംഭവം ചീറ്റിയെന്ന് മനസ്സിലാകുകയും ചെയ്തതോടെ കുറച്ചു ദിവസം നേതാക്കന്മാരെല്ലാം തല പയ്യെ ഉള്ളിലേക്ക് വലിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ആയിരുന്ന M ബാലമുരളി ഒരു വെളിപ്പെടുത്തൽ നടത്തിയതോടെ കാര്യങ്ങളെല്ലാം ശുഭം. ആ വെളിപ്പെടുത്തൽ എന്താണെന്ന് നോക്കാം. വാളയാറിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ അമ്മയെ ഉപയോഗിച്ച് CPIM-നെതിരെ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ആയിരുന്ന M ബാലമുരളി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, DCC പ്രസിഡന്റ് ആയിരുന്ന VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവരായിരുന്നു ഇതിനു പിന്നിൽ. പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരുടെ അമ്മയെ ആദ്യം മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. പിന്നീടാണ് CPIM-നെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്തേക്ക് മാറ്റിയത്. അപ്പോഴാണ് ഗൂഢാലോചന ബോധ്യമായത്. VK ശ്രീകണ്ഠനെയും ഷാഫിയെയും കാണാൻ പോകുമ്പോൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായിരുന്ന CR നീലകണ്ഠനും VM മാർസനും ഒപ്പമുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നത്. വാളയാർ സംഭവത്തിനു മുമ്പ് രാജേഷിന്റെ ഭാര്യ സഹോദരൻ നിതിൻ കണിച്ചേരി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ വാളയാർ കേസിലെ പ്രതി വലിയ മധുവും സുഹൃത്തുക്കളുമായി സെൽഫി എടുത്തിരുന്നു. ഇത് രാജേഷിന് കേസിൽ ബന്ധമുണ്ടെന്ന് വരുത്താനായി ഉപയോഗിച്ചു. വാളയാർ കേസ് വന്നപ്പോൾ ഈ ചിത്രം ഉപയോഗിച്ചാണ് പ്രതികൾക്ക് CPIM-ഉമായും MP രാജേഷുമായും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത്. തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാമിനായും പെൺകുട്ടികളുടെ അമ്മയെ പ്രചാരണത്തിനിറക്കി. അതിന് പിന്നിലും UDF നേതൃത്വമായിരുന്നു. ഇതായിരുന്നു ബാലമുരളിയുടെ വെളിപ്പെടുത്തൽ. സംഭവം പുറത്തു വന്നതോടെ അധികാരത്തിന് വേണ്ടി എന്ത് നെറുകെട്ട കളിക്കും കോൺഗ്രസ് തയ്യാറാണെന്ന സ്ഥിരം പല്ലവിക്ക് പുതിയൊരു ഉദാഹരണം കൂടിയെത്തി. ഈ നാറ്റക്കേസ് ഒന്ന് ആറിത്തണുത്ത് വരുമ്പോഴായിരുന്നു സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അടുത്ത വെടി പൊട്ടുന്നത്. തിരുവനന്തപുരം MP ശശി തരൂർ പൊട്ടിച്ച വെടി. അതൊരു വല്ലാത്ത പൊട്ടിക്കലായിരുന്നു. കേരളത്തിലേക്ക് വരുന്ന വൻ വ്യവസായങ്ങൾ മുടക്കാൻ പ്രതിപക്ഷം ആസൂത്രിത സമരങ്ങൾ നടത്തുന്നതിനിടയിലാണ് LDF ഭരണത്തിന് കീഴിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ശശി തരൂർ അക്കമിട്ട് നിരത്തുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നേരത്തെ 28ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് കേരളം ഇന്ത്യയിൽ 1ാമതാണ്. 2021-നും 23-നും ഇടയിൽ സ്റ്റാർട്ടപ്പ് രംഗത്തെ ആഗോള വളർച്ച 46%.
എന്നാൽ കേരളത്തിന്റെ വളർച്ച 254%. കഴിഞ്ഞ 18 മാസ കാലയളവിൽ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഡാറ്റ സിസ്റ്റത്തിന്റെ മൂല്യം $170 കോടി. 1-2 വർഷം മുമ്പ് അമേരിക്കയിലോ സിംഗപ്പൂരിലോ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിരുന്നത് 3 ദിവസം, ഇന്ത്യയിൽ 114 ദിവസം. പണ്ട് കേരളത്തിൽ പുതിയൊരു കമ്പനി തുടങ്ങാൻ 236 ദിവസം വരെ എടുത്തിരുന്നു. എന്നാൽ 2 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നു. ഇത് യാഥാർത്ഥ്യമാണ്, അതിശയകരമായ മാറ്റമാണെന്നും ശശി തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരമൊരു മാറ്റത്തിന് നേതൃത്വം നൽകിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് അത്ഭുതകരമാണ്. 2026 കേരളത്തിൽ ഭരണമാറ്റമുണ്ടായാലും കേരളത്തിന്റെ വികസന മുന്നേറ്റവുമായി ഇടതുപക്ഷം സഹകരിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ശശി തരൂർ പറയുന്നു. സംഭവം ആളിക്കത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിരളി പിടിച്ച് പരക്കം പായാൻ തുടങ്ങി കോൺഗ്രസ് നേതാക്കൾ. അവസാനം ഒരു ഐഡിയ കിട്ടി. കണ്ണും പൂട്ടി തരൂരിനെ അങ്ങ് തള്ളി പറഞ്ഞേക്കുക. നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ഇപ്പൊ ഇല്ലെന്ന് സൂചിക ഇല്ലെന്ന് നിങ്ങൾ നോക്കിയോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട്. പക്ഷെ പാർട്ടി തീരുമാനമാണ്, പാർട്ടി അഭിപ്രായമാണ്. അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും അതിന് തരൂർ നൽകിയ മറുപടിയുമാണ് ഏറ്റവും കോമഡി. ശശി തരൂർ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെ കുറിച്ച് മൊത്തം എഴുതിയതല്ല, ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ചു കയറാമെന്ന മട്ടിൽ രണ്ടും കൽപ്പിച്ച് തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം അങ്ങ് നടത്താൻ തീരുമാനിച്ചു. പക്ഷേ തക്ക സമയത്ത് തന്നെ സുധാകരൻജി ഇടപെട്ട് പ്രതിഷേധം നിർത്തിവെച്ചു. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നായി നിലപാട്. പക്ഷേ ഹൈക്കമാൻഡും നൈസായിട്ട് അങ്ങ് തേച്ചു. തരൂരിനെതിരെ പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. അതോടെ എല്ലാം തണുത്തു. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം കൂളാണ്. അതിനു പിന്നാലെ ദാ വരുന്നു പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത നുണ. പി രാജീവ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മെട്രോയ്ക്കെതിരെ സമരം നടത്തിയവരാണ് ഇടതുപക്ഷം എന്ന് വെച്ചങ്ങ് കാച്ചി. എന്നിട്ട് എന്താവാൻ ദാ കണ്ടോ. കൊച്ചി മെട്രോയ്ക്കെതിരെ LDF സമരം നടത്തിയെന്ന VD സതീശന്റെ കള്ളം പൊളിക്കുന്ന വാർത്ത പുറത്ത്. കൊച്ചി മെട്രോ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തികൾ അട്ടിമറിക്കാനും കമ്മീഷൻ വാരാനും UDF മന്ത്രിമാരും ഉദ്യോഗസ്ഥ ലോബിയും ചേർന്ന് നടത്തുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും കൊച്ചി മെട്രോയുടെ നിർമ്മാണം DMRCയെയും E ശ്രീധരനെയും ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മനുഷ്യ മെട്രോയുടെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 10,000 അണിനിരന്നത്. മെട്രോയുടെ പാതയിൽ ആലുവ പുളിഞ്ചോട് മുതൽ തൃപ്പൂണിത്തുറ പേട്ട വരെയുള്ള 27 കിലോമീറ്റർ നീളത്തിൽ 30,000-ലധികം പേരാണ് ഏകമനസ്സോടെ പ്രതിഷേധിച്ചത്. ജോസ് ജംഗ്ഷനിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും പ്രവർത്തകരും കണ്ണികളായി. 5 മണിയോടെ ജസ്റ്റിസ് ഷംസുദ്ദീൻ പ്രതിജ്ഞാവാചകം ചൊല്ലി. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാകില്ല. ഇതുകൊണ്ടൊന്നും സതീശൻ പിന്മാറില്ല. വീണ്ടും വന്നു സതീശേട്ടൻ. VD സതീശൻ എന്ന ഞാൻ. ഇത്തവണ ഒരു പ്രസ് മീറ്റ് തന്നെ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. എന്തിന്? എയറിൽ പോകാൻ. അതിൽ VD ഏട്ടന്റെ ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ഭയങ്കര നിക്ഷേപം വന്നിട്ട് എന്തേ അത് GDPയിൽ കാണിച്ചിട്ടില്ല എന്നതാണ്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ 3 വർഷത്തെക്കാളും 254% വളർച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 3 വർഷ സമയത്തുണ്ടായി. അതെന്താണ് അങ്ങനെ? എന്നിട്ട് പറയുന്നു 2019 മുതൽ 2021 വരെ കോവിഡ് കാലമല്ലേ എന്ന്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ആവറേജ് 1 ലക്ഷം വെച്ച് 3 ലക്ഷം പേർ നിക്ഷേപിച്ചാൽ 30,000 കോടി രൂപ GDPയിൽ കൂടില്ലേ? ഇതായിരുന്നു മറ്റൊരു ചോദ്യം. ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾ. നിക്ഷേപം നേരെ പോയി GDPയിൽ കയറി മസില് കാണിച്ച് നിൽക്കുമെന്ന് ഇദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത്? നിക്ഷേപം സേവനമോ ഉൽപ്പന്നമോ ഉൽപ്പാദിപ്പിച്ചിട്ട് വേണം അത് GDPയിൽ വരാനെന്ന് അറിയാവുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഈ നേതാവിനെയൊക്കെ പിന്തുണച്ച് നിൽക്കാൻ സാധിക്കുന്നു? മറ്റൊരു കാര്യം, ഇത് എക്കണോമിക്സ് ആണെന്ന് വെക്കാം. കോളേജിലൊക്കെ പോയി നന്നായി പഠിക്കേണ്ട വിഷയം. പക്ഷേ 3 ലക്ഷം പേർ 1 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ 30,000 കോടി വരുമെന്ന് ഇദ്ദേഹത്തിനോട് ആരാണ് പറഞ്ഞു കൊടുത്തത്? ഗുണനമറിയാവുന്ന ആരും കോൺഗ്രസിലില്ലേ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ?
എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മന്ത്രി രാജീവ് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അത് ചുമ്മാതങ്ങ് മറുപടി കൊടുത്തതല്ല. LED വാളിൽ വീഡിയേട്ടന്റെ പ്രസ് മീറ്റിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് എടുത്തു വെച്ച് ഓരോന്ന് വീതം എടുത്തിട്ട് നന്നായി അലക്കിക്കൊണ്ടായിരുന്നു മറുപടി. എന്തായാലും സമയക്കുറവ് മൂലം കോൺഗ്രസിന്റെ മുഴുവൻ അബദ്ധങ്ങളും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എന്നാലും എന്റെ വീഡിയോട്ടാ നിങ്ങൾക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു?